അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാര് അറിയാതെ ജീവിതത്തിൽ പറഞ്ഞു പോകുന്ന ഒരു കളവിനെ കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്. പറയുന്നത് കളവാണ് എന്ന് പോലും അവര് ചിന്തിക്കാറില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമുക്ക് പഠിപ്പിച്ചു തരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പ്രിയപ്പെട്ട ഉമ്മമാരാണ് കൂടുതലും അത് ശ്രദ്ധിക്കേണ്ടത്. ഉമ്മമാരുടെ ഭാഗത്ത് നിന്നാണ് ഈ കളവ് കൂടുതലും നടക്കാറുള്ളത്. വീഡിയോ പൂർണ്ണമായും കേൾക്കുക, മനസ്സിലാക്കുക, പറഞ്ഞ കാര്യം എന്താണ് എന്ന്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പറയുന്ന കളവ് എന്താണ് എന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഇൻഷാ അള്ളാഹ് വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. പ്രിയപ്പെട്ടവരിലേക്കൊക്കെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. ഇത്തരം കളവുകൾ നിങ്ങളിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പൊറുക്കലിനെ ചോദിക്കുക. അള്ളാഹു തആല എല്ലാ കളവ് പറയുന്നതിനെ തൊട്ടും കളവ് നടത്തുന്നതിനെ തൊട്ടും നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ ബന്ധപ്പെട്ടവരെയും ഒക്കെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട ഉമ്മമാരിൽ നിന്ന് ഇത് കളവാണ്, പറയുന്നത് കളവാണ് എന്ന് ശ്രദ്ധിക്കാതെ അശ്രദ്ധയിൽ വന്നു പോകുന്നതാണ്. എന്നാൽ ശ്രദ്ധിച്ചാൽ നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വീഡിയോക്ക് ഒരു അൽഹംദുലില്ലാ എന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. പുരുഷന്മാരാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരിലേക്ക്, മക്കളിലേക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. വിഷയത്തിലേക്ക് കടക്കാം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. മഹാനവറുകൾ പറയുകയാണ്, ഒരു ദിവസം ദഅത്നി ഉമ്മി യൗമൻ, ഒരു ദിവസം എൻ്റെ ഉമ്മ എന്നെ വിളിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാഇദൻ ഫീ ബൈത്തിന, ആ സമയത്ത് മുത്തുനബി ഞങ്ങളുടെ വീട്ടിൽ ഇരിപ്പുണ്ട്. മുത്തുനബി ഞങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്നുണ്ട്. ആ സമയത്താണ് എൻ്റെ ഉമ്മ എന്നെ വിളിക്കുന്നത്. ഫഖാലത്ത്, എൻ്റെ ഉമ്മ പറഞ്ഞു, ഹാ തആല ഉഅ്തീക്, നീ ഇങ്ങോട്ട് വാ, നിനക്ക് ഞാനൊരു കാര്യം തരാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഉമ്മ എന്നെ വിളിച്ചു. ഫഖാല ലഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ ഉമ്മയോട് ചോദിച്ചു, അമാ അറത്തി അൻ തുഅ്തിയഹു, നീ അവനെ വിളിച്ചത് അവനിക്ക് കൊടുക്കാൻ വേണ്ടി തന്നെയാണോ എന്ന് ചോദിച്ചപ്പോൾ ഫഖാലത്ത്, ഉമ്മ പറഞ്ഞു, ഉഅ്തീഹി തംറ, ഞാൻ അവനിക്ക് ഒരു ഈത്തപ്പഴത്തിനെ നൽകും. ഫഖാല ലഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അമാ അന്നക്കി ലൗ ലം തുഅ്തി ശൈഅ, നീ അവനെ വിളിച്ചു വരുത്തി അവനിക്ക് ഒന്നും നൽകിയിട്ടില്ല എങ്കിൽ കുതിബത് അലൈഹി കിസ്ബത്തുൻ, നിന്റെ മേലിൽ ഒരു കളവ് പറഞ്ഞു എന്ന് നിന്റെ മേലിൽ എഴുതപ്പെടുന്നതാണ്. ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരൊക്കെ നമ്മുടെ പൊന്നു മക്കളെ വിളിക്കും, ഞാനിപ്പോൾ പോകും, നീ വേഗം വന്നോ. കുട്ടി ഉമ്മ പോകുമെന്ന് പ്രതീക്ഷിച്ചു കൊണ്ടുവരും, പക്ഷെ ഉമ്മ പോകില്ല. കുട്ടിയെ അവിടെ കളവ് പറഞ്ഞു വിളിക്കുകയാണ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ മുട്ടായി തരാം, വേഗം വാ എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ വിളിക്കും, പക്ഷെ മുട്ടായി കൊടുക്കുകയില്ല. ഇങ്ങനെ എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞുകൊണ്ട്, അതല്ലെങ്കിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് കുട്ടിയെ തൻ്റെ അരികിലേക്ക് വിളിക്കുന്ന ഉമ്മമാര് ആ കാര്യം ചെയ്യുന്നില്ല എങ്കിൽ അത് നിങ്ങൾ പറയുന്നത് ഒരു കളവാണ്, നിങ്ങളുടെ പേരിൽ ഒരു കളവ് പറഞ്ഞു എന്നുള്ള കുറ്റം അവിടെ രേഖപ്പെടുത്തി വെക്കും എന്ന് പ്രിയപ്പെട്ട ഉമ്മമാര് നല്ലവണ്ണം ചിന്തിക്കണം, മനസ്സിലാക്കണം. അല്ലാഹു തആല ഇത്തരം തെറ്റുകൾ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എല്ലാം നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇത്തരം തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പൊറുക്കലിനെ ചോദിക്കണം. അള്ളാഹു തആല നമ്മുടെ തൗബ സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരിലേക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കണം. നിങ്ങൾ ഷെയർ ചെയ്തു കൊടുത്ത്
ആരെങ്കിലും ഈ തെറ്റ് തിരുത്താൻ കാരണമായാൽ അത് നിങ്ങൾക്കും വലിയ ഒരു സൗഭാഗ്യത്തിന് കാരണമായി തീരുമെന്ന് ചിന്തിച്ചുകൊണ്ട് വീഡിയോ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.